നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പിന് അവസാനം മലയാള സിനിമയിലെ മഹാനടന്മാരായ മമ്മൂട്ടി മോഹൻലാലും പാട്രിയോട്ട് എന്ന പടത്തിന് വേണ്ടി ഒന്നിച്ചപ്പോൾ തിയേറ്ററുകളിൽ ഉത്സവമാണ്. നല്ല കോണ്ടന്റ് ഉള്ള നല്ല കുറേ ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്ന ഒരു ഫ്രഷ് സിനിമയാണ് പാട്രിയോട്ട്. ഓരോ ഫാനും നെഞ്ചിൽ കൈവച്ച് ചോദിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കത്തുന്ന ഒരു ചോദ്യമുണ്ട്: ഈ ലെജൻസിന്റെ ഒരുമിച്ചുള്ള പോരാട്ടത്തിൽ ആരാണ് ഷോ സ്റ്റീൽ ചെയ്തത്? അപ്പോൾ നമുക്ക് ആ ഡിബേറ്റ് അങ്ങ് തീർക്കാം. സ്പോയിലർ ഇല്ലാതെ പടത്തിന്റെ ഒരു വൺലൈൻ പറയാം. പാട്രിയോട്ട് മഹേഷ് നാരായണന്റെ ക്രാഫ്റ്റിൽ വിരിഞ്ഞ ഒരു ഹൈ ഒക്ടൈൻ സ്പൈ ത്രില്ലറാണ്. കഥയുടെ കേന്ദ്രം ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന യൂട്യൂബറാണ്. ഒരു വലിയ കറപ്ഷൻ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ചാരവൃത്തിയുടെ പേരിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഒരു ഹൈ റാങ്ക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, സ്റ്റേറ്റ് സർവൈലൻസ്, സൈബർ ക്രൈം, രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു ഗൂഢാലോചന, ഇതിൻ്റെയൊക്കെ ഇടയിലേക്ക് അയാൾ വലിച്ചെറിയപ്പെടുകയാണ്. പിന്നീട് അത് തെളിയിക്കാനുള്ള ഒറ്റയ്ക്കുള്ള ഒരു ചേസാണ് സിനിമയുടെ മെയിൻ കഥ. മുന്നോട്ടുള്ള ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഒരു വലിയ പ്രശ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ലെജൻഡിന്റെ എൻട്രി. കേണൽ റഹീം നായിക് എന്ന സീനിയർ ഓപ്പറേറ്റീവായി മോഹൻലാൽ എത്തുന്നു. അദ്ദേഹത്തിന്റെ ലോകം ഡാനിയന്റെ ലോകമായി ഒന്നിക്കുന്നതോടെ കഥ വേറെ ട്രാക്കിലേക്ക് മാറുകയാണ്. ഈ കാസ്റ്റിംഗ് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ വില്ലനായി ശക്തി സുന്ദർ എന്ന റോളിൽ ഫഹദ് ഫാസിൽ കൂടെ എത്തുമ്പോൾ അതൊരു ആക്ടിംഗ് ഫെസ്റ്റിവലായി മാറുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. രണ്ടുപേരും ലെജൻസ് ആണ്. പക്ഷെ പാട്രിയോട്ടിൽ അവർ കൈകാര്യം ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയ എന്നാൽ ഒരുപോലെ ക്രിട്ടിക്കലായ റോളാണ്. നമുക്ക് സ്ക്രീൻ പ്രസൻസിൽ നിന്ന് തുടങ്ങാം. ആദ്യ ഫ്രെയിം തൊട്ട് മമ്മൂക്ക പടത്തിന് കൊടുക്കുന്ന ഒരു ഗ്രാവിറ്റി ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. ഡോക്ടർ ഡാനിയൽ ജെയിംസ് ആയ അദ്ദേഹത്തെ കാണുമ്പോൾ സിനിമയുടെ മുഴുവൻ ഭാരവും ആ തോളിലാണ് നമുക്ക് ഫീൽ ചെയ്യും. കരിസ്മയും ഒരു മിസ്റ്ററിയും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബാലൻസ്. ഒരൊറ്റ സീൻ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സൈഡിലാവും. ഇന്റർവൽ ബ്ലോക്കിലും ക്ലൈമാക്സിലും എല്ലാം മമ്മൂട്ടി ആ സ്ക്രീൻ അങ്ങ് റൂൾ ചെയ്യുക. മറുഭാഗത്ത് മോഹൻലാൽ ആകട്ടെ ഒരു പവർ ഹൗസ് ഓഫ് കരിസ്മയാണ്. കേണൽ നായിക്കായിട്ട് അദ്ദേഹം വരുന്ന ഓരോ സീനിലും വേറെ ലെവലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ കുറച്ചുകൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നെങ്കിലും തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ റോൾ അത്രയ്ക്ക് ഷാർപ്പും ഇമ്പാക്ട്ഫുള്ളുമാണ്. സിനിമയിൽ ടെൻഷൻ നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് കുറച്ച് ഹ്യൂമറും നാച്ചുറൽ സ്റ്റൈലും കൊണ്ടുവന്ന് അദ്ദേഹം സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഒരു സുനാമിക്ക് നടുവിലെ ഒരു ശാന്തനായ കപ്പിത്താനെ പോലെയൊക്കെയാണ് ലാലേട്ടൻ്റെ കഥാപാത്രം. ഇനി നമുക്ക് ഇമോഷണൽ സൈഡ് നോക്കാം. തൻ്റെ ലോകം തലകീഴായി മറിഞ്ഞൊരു മനുഷ്യൻ്റെ റോയും റിയലിസ്റ്റിക്കുമായ ഒരു പെർഫോമൻസ് ആണ് മമ്മൂട്ടി ഇവിടെ തരുന്നത്. ഇവിടെ അമിത ഹീറോയിസമോ ബഹളങ്ങളോ ഒന്നുമില്ല, പകരം ഗ്രൗണ്ടഡ് ആയ ഒരു ആക്ടിങ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ പറഞ്ഞ കഥ നമുക്ക് പേഴ്സണലായി ഫീൽ ചെയ്യും. മോഹൻലാലിൻ്റെ കേണൽ നായിക് ഇതിനൊരു പെർഫെക്റ്റ് കൗണ്ടർ ബാലൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ വിറ്റും ഹ്യൂമർ നിറഞ്ഞ ഡയലോഗും ഒക്കെ ഈ സിനിമയെ വെറും ഒരു ത്രില്ലറിൽ നിന്ന് മാറ്റി ഇടയ്ക്ക് ഒരു ഹ്യൂമർ ടച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ സൗഹൃദത്തിൻ്റെ രസകരമായ ചില ഡയലോഗുകൾ സിനിമയെക്കുറിച്ച് കുറച്ച് നേരമെങ്കിലും നമുക്ക് വേറെ ഫീലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി സപ്പോർട്ടിംഗ് കാസ്റ്റിലേക്ക് വന്ന വലിയൊരു പട തന്നെയുണ്ട്. ഫഹദിന്റെ വില്ലനിസം ശരിക്കും പേടിപ്പെടുത്തുന്ന ഷാർപ്പായ ഒരു ഗംഭീര റോളാണ്. രണ്ട് ഹീറോസിനും എതിരെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു എതിരാളിയായിട്ട് ഫഹദ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ചാക്കോവിന്റെ ആ ക്യാരക്ടർ സിനിമയുടെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ്. ഒരു കണ്ണിയും പൊളിറ്റീഷ്യനായിട്ട് രാജീവ് മേനോൻ നന്നായി പെർഫോം ചെയ്തു. നയൻതാര തന്റെ സ്റ്റാർ വാല്യൂ കൊണ്ട് സ്ക്രീൻ നിറയ്ക്കുമ്പോൾ രേവതി, ദർശന, സെറിൻ ഷിഹാബ് എന്നിവരെല്ലാം അവരുടെ റോളുകൾ ഗംഭീരമായി പെർഫോം ചെയ്ത് ഈ സിനിമയ്ക്ക് ഒരു ഡെപ്തും ക്രെഡിബിലിറ്റിയും നൽകുന്നുണ്ട്. ടെക്നിക്കലി പടം ബ്രില്യൻ്റ് ആണ്. സുശീൽ ശ്യാമിന്റെ പൾസ് കൂട്ടുന്ന മ്യൂസിക്കും മനുഷ് നന്ദന്റെ വേൾഡ് ക്ലാസ് വിഷസും കൂടി എത്തുമ്പോഴത്തേന് പടം വേറെ ലെവലിലാകുന്നു. ഇതെല്ലാം സമ്പൂർണ്ണ ക്രെഡിറ്റ് മഹേഷ് നാരായൺ എന്ന ബ്രില്യൻ്റ് ഡയറക്ടർക്കാണ്. ഇതുപോലൊരു വലിയ താരനിരയുള്ള സിനിമ സംവിധാനം ചെയ്യാൻ അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണാൻ തന്നെ ഒരു ധൈര്യം വേണം. സംവിധായകൻ എന്ന നിലയിൽ ടേക്ക് ഓഫിന് ശേഷം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമ പേട്രിയറ്റ് ആണ്. അപ്പോൾ ഫൈനൽ വെഡിറ്റിലേക്ക് വരാം. മമ്മൂക്കയും ലാലേട്ടനും അവരുടെ പീക്ക് ഫോമിലാണ് ഈ സിനിമയിൽ. അവരെ വീണ്ടും ഒരുമിച്ച് സ്ക്രീനിൽ കാണുന്നതിന് ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്. എന്നാലും നമ്മളൊരു പേര് പറയണമല്ലോ. മോഹൻലാൽ ഗംഭീര പെർഫോമൻസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പടത്തെ വേറെ ലെവലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും പേട്രിയോട്ട് എന്നത് അതിൻ്റെ കോറിൽ, അതിൻ്റെ കഥയിലും സ്ക്രീൻ സ്പേസ് കൊണ്ടും ക്ലൈമാക്സും എല്ലാം ഒരു മമ്മൂട്ടി ചിത്രമാണ്. സിനിമയുടെ കഥയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ്. ഡാനിയൽ ജെയിംസിന്റെ യാത്ര, അയാളുടെ നിസ്സഹായത, അയാളുടെ പോരാട്ടം, അതാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ സിനിമയെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലേക്ക് ഇടയ്ക്ക് ചായുന്നുണ്ടെന്ന് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും പവർഫുൾ ആയതും എന്നാൽ സെർട്ടിലുമായ പെർഫോമൻസിലൂടെ മമ്മൂട്ടി ഈ സിനിമയെ ഒറ്റയ്ക്ക് തോളിലേറ്റുന്നു. ഈ കഥയുടെ മുഴുവൻ ഇമോഷണൽ ഭാരവും പേറുന്ന അദ്ദേഹമാണ്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടുപേരും അവരുടെ രീതി, അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ ക്യാരക്ടർ മമ്മൂട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കിട്ടുന്ന ഒരു ഹൈ മൊമെന്റ് റീപ്ലേസ് ചെയ്യാൻ മറ്റൊരാൾക്കും കഴിയില്ലെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാട്രിയോട്ട് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു റീയൂണിയനെ കുറിച്ചുള്ള എല്ലാ ഹൈപ്പും കാത്തു സൂക്ഷിക്കുന്ന ടെക്നിക്കലി ഗംഭീരമായ ഒരു സ്പൈ ത്രില്ലർ. സിനിമയുടെ അവസാനം അടുക്കുമ്പോൾ ഉള്ള കുറച്ച് ഡ്രാമ ഭാഗങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു മാത്രമാണ് എനിക്ക് സജഷനായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് പാട്രിയോട്ടിലെ യഥാർത്ഥ ഷോ സ്റ്റീലർ? മമ്മൂട്ടിയുടെ റിയലിസ്റ്റിക് ആയ ഹീറോയിസമാണോ അതോ മോഹൻലാലിൻ്റെ കരിസ്മാറ്റിക് പ്രസൻസ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോകൾക്കായി വീണ്ടും ഈ ചാനൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.